ഹലോ, കഴിഞ്ഞ വീഡിയോ ഇടിയപ്പം തയ്യാറാക്കുന്നതായിരുന്നു. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെ പച്ച മസാലക്കൂട്ടുകൾ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നേരിട്ട് എണ്ണയിലേക്ക് ഇറങ്ങും. വെളുത്തുള്ളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കുക. ഇഞ്ചി അരച്ചത്, ഇത് ഉണക്കമല്ലി അരച്ചതാണ്. ജീരകം അരച്ചത്, സവാള അരച്ചത്, ഇത് മുളക് അരച്ചതാണ്. ഉണക്കമുളക് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചെടുത്തതാണ്. പച്ചമഞ്ഞൾ അരച്ചതാണ്. പച്ച കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു ഫ്ലേവർ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി പേസ്റ്റാണിത്. തക്കാളി ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പ് തിളപ്പിച്ചെടുക്കുക. അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിലെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. പച്ച അരപ്പിലേക്ക് ചിക്കനും കൂടി ചേർന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. തക്കാളി വഴറ്റിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടി ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. എപ്പോഴും നമ്മൾ പൊടികളൊക്കെ ചേർത്താണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കൂ. റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്